ഈ ചങ്ങാടത്തിലാണ് നമ്മൾ അവിടേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ പിടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടുന്ന് ഒന്നങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും, താഴോട്ടേക്ക് ഒരു പോക്കാ. നീന്താ അറിയില്ല പിന്നെ നോക്കണ്ട. ഇത് ടേസ്റ്റ് കൂടുതലാണ് പക്ഷേ ചിലർക്ക് അബദ്ധം പറ്റുന്നത്. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാരങ്ങ ഇതിലേക്ക് ഇങ്ങോട്ട് പെയ്യാം. നോക്കിക്കോളെ എങ്ങനെ കഴിക്കുന്നുള്ളത്. നമസ്കാരം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു മീൻ വളർത്തുന്ന ഒരു വലിയൊരു സംഭവം തന്നെ. അതായത് ഒരു കോറിയിൽ വെച്ചിട്ട്. ആ കോറി എന്താണെന്നുള്ളത് ചിലപ്പോൾ പല ആളുകൾക്ക് സംശയം ഉണ്ടാകും. കോറി എന്ന് പറയുന്നത് നമ്മുടെ ഈ കരിങ്കല്ലൊക്കെ പൊട്ടിച്ചെടുക്കുന്ന സ്ഥലമാണ് കോറി എന്ന് പറയുന്നത്. കൂത്തുപറമ്പിൻ്റെ അടുത്ത് വേങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്, വട്ടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. ഒരു കൂട് കൃഷി, അതും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ചെയ്യുന്ന കൂട് കൃഷിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതാണ് നിങ്ങൾ എൻ്റെ പുറകിലായിട്ട് കാണുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. ഇതൊരു ചങ്ങാടാണ്. ഈ ചങ്ങാടത്തിലാണ് നമ്മൾ അവിടേക്ക് പോകാൻ പോകുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കാരണം ഞാനും ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ചങ്ങാടത്ത് കയറുക, നമുക്ക് ഈ പറയുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ദൂരെ, അതിലേക്ക് പോകാനുള്ള ചങ്ങാടമാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അതിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിട്ട് കയറണം. ഓക്കെ 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 ഓക്കെ. ഓ, ഇതൊരു സംഭവം തന്നെ. നമ്മളെ കാര്യങ്ങളിലൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2 പേരുണ്ട് ഇവിടെ. പേര് പറയൂ. അനുവിന്ദ്. ഓക്കെ ഓക്കെ. ഒന്ന് ഇതും താത്തിയ, മാസ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് താത്തിയ. ആയിവാ. ഇവിടെ നമ്മൾ അതിൻ്റെ കെട്ടൊക്കെ അയച്ചു വിടുന്നുണ്ട്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് അശ്വന്ത്. അശ്വന്ത്. ഓക്കെ. ഇവിടെ നമ്മുടെ മുതലാളിയുടെ അനിയൻ്റെ മകനാണ്. ഓക്കെ ഓക്കെ. മുതലാളി നമുക്ക് ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഇവർ 2 പേരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കയറ് വലിച്ച് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മീനിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുഞ്ഞു മോനാണിത് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് പഠിക്കുന്നത്? 8th പഠിക്കാൻ. എവിടെയാ? ഏത് സ്കൂളിൽ? വേങ്ങാട് മെട്ട. ആ ഓക്കെ ഓക്കെ. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ പോളി പഠിക്കുന്നു. പോളി പഠിക്കുകയാണ് ഇപ്പോൾ? ആഹാ. ഓക്കെ. മെക്കാനിക്കൽ. എവിടെ? കണ്ണൂര്? അല്ല, ഞാൻ മട്ടന്നൂർ പോളിയിൽ. ഓക്കെ. ഇത് നമ്മളിതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ കൂട്. ഇതിന്റെ മുകളിൽ കയറാൻ പറ്റൂ? ഇതിന്റെ മുകളിൽ കയറാം. അയ്യോ, ഇളകി കളിക്കുന്നുണ്ട് ഇത്. ആഹാ, കാണുന്നുണ്ടോ എത്ര എണ്ണാന്ന്? ആൾക്കാരിങ്ങനെ ഫുഡിന് വേണ്ടി ഫുഡ് ആന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ അടുത്തോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. ഓ, ഇതിലിപ്പോ 2000-ഓളം മീനുണ്ടെന്നാ പറയുന്നത്. 2000 മത്സ്യമുണ്ട്. ആഹാ. ഓക്കെ. തൊട്ടപ്പുറമുള്ളതിൽ കുഞ്ഞുങ്ങളാണ്. ഈ 2 കൂടും കുഞ്ഞുങ്ങളാണ്. അപ്പുറം ഇത് രണ്ടും. ഇത് കുഞ്ഞാണോ? ഇത് ഇപ്പോ 2 മാസം പ്രായമാവുന്നേ ഉള്ളൂ. ഓക്കെ. ഇത് ഇനി ഒത്തിരി വലിപ്പം എടുക്കുമോ? പിന്നെ നമ്മൾ അപ്പുറം കാണിച്ചു തരാം. 500 ഗ്രാം വരും ഒരെണ്ണം. ആഹാ, അത് ശരി. നമ്മൾ 4.5 മാസത്തോളം വളർച്ചയെത്തിയാണ് വെക്കുക. 4.5 മാസമാണ് ഒന്നിൻ്റെ ടൈം എന്ന് പറയുന്നത്. ആ ഓക്കെ ഓക്കെ. കാണുന്നില്ലേ? ഇതാണ് മത്സ്യങ്ങൾ. ഇതിപ്പോൾ ചെറുതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വലിപ്പമുള്ള ടൈപ്പ് ഉണ്ട്. നമുക്കതിലേക്ക് പോകാം, അത് കാണാം. നമുക്ക് ഇവിടെ നിൽക്കലൊക്കെ ഒരു സാഹസികം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങോട്ട് നിൽക്കുക തന്നെ, വേറെ ഒന്നുമില്ല. വലിയൊരു കോറിയാണിത്, ചെറിയ കോറിയൊന്നുമല്ല, വലിയൊരു കോറിയാണ്. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഇത് നമ്മൾ വന്ന എൻട്രൻസ് ആണ് ആ കാണുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു കോറി, വിശാലമായിട്ട് തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരിങ്കല്ല് പൊട്ടിച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത വലിയൊരു കുഴി, അതാണ് കോറി എന്ന് പറയുന്നത്. തൊട്ടപ്പുറം വേറെയും കാണുന്നുണ്ട് കുറച്ച് കൂടുകൾ. ഇതിൽ എത്ര കൂടുകളുണ്ട്? ഇത് നമ്മുടെയാണ്, അത് വേറെ ഒരാളുടെയാണ്. അത് വേറെ ആളാണ്. ഓക്കെ. ഈ 2 എണ്ണം നിങ്ങൾ 2 പേരാണ് ഇവിടെ നടത്തുന്നത്, ഈ കോറിയിൽ നടത്തുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് ഒത്തിരി കോറികൾ ഉണ്ടെന്ന് പറഞ്ഞു. വട്ടിപ്പുറം ഭാഗത്തേക്ക് ഇപ്പം കുറെ ആൾക്കാർ
കുട്ടികളെ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ഇത് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുഡ് ഗ്ലോവലിന്റെ പെല്ലറ്റ്സ് ആണ്. പെല്ലറ്റ്സ് ഈ സൈഡിൽ വാങ്ങിക്കുന്ന സാധനം വാങ്ങിക്കുന്നത് ഗ്ലോവലിന്റെ ഫുഡാണ്. ഇത് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡാണ്. 1.8 mm ഇതിന്റെ സൈസ്. ഓക്കെ. അതുപോലെ വലിയവർക്ക് കൊടുക്കുന്നത് ഇത് സെയിം സാധനം തന്നെ, പക്ഷെ അതിന്റെ സൈസും വ്യത്യാസമുണ്ടല്ലേ? കണ്ടൻസ് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇത് കൈയോട് കൊടുക്കുന്ന കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഇത് 2.5 mm ആണ്. അതിന്റെ ഡയമീറ്ററിന്റെ അളവാണ്. അപ്പൊ ഇത് എന്തായിരിക്കും ഈ സാധനം? ഇത് എന്തിനെ കൊണ്ടായിരിക്കും ഇത് നിർമ്മിക്കുന്ന അറിയോ? ഐഡിയ ഉണ്ടോ? ചെമ്മീന്റെ പൗഡർ എന്നാ പറയാ. ചെമ്മീൻ വേസ്റ്റ് ഒക്കെ ആയിരിക്കുമോ? ഫേമസ് ആയ ഒരു കമ്പനിയാണ്. അപ്പൊ ഇത് എവിടെ നിന്ന് വാങ്ങിക്കുന്നത്? ഇതിപ്പോ നമ്മൾ എഴുതിക്കുന്നത് ഒരു ഏജന്റ് വഴിയാണ്. പാറപ്പുറത്തുള്ള ഒരു ദിനിൽ പ്രസാദ് എന്ന് പറഞ്ഞൊരു ആളായിട്ട്. ഓക്കെ ഓക്കെ. അവരെ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ എത്തിച്ചു തരുന്നത്. അവരെന്നെ കുഞ്ഞുങ്ങളെ എത്തിച്ചു. അപ്പൊ കുഞ്ഞുങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? എറണാകുളത്ത് കൊണ്ടുവരുന്നത്. എറണാകുളത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പൊ ഇതും അവിടെ നിന്ന് എറണാകുളത്ത് തന്നെ ആയിരിക്കും ഇത് ഫുഡിന്റെ ഒക്കെ? അപ്പൊ നമുക്ക് ഈ ഫുഡ് എങ്ങനെ കൊടുക്കുന്നത്? ഒരു ദിവസം കൊടുക്കും, ഉച്ചക്കും കൊടുക്കും, വൈകുന്നേരം കൊടുക്കും. 3 നേരം കൊടുക്കണം. ഓക്കെ. ഈ ഫുഡ് മാത്രമാണ് ഇതിന് നമ്മൾ കൊടുക്കേണ്ടത്, കാര്യമായിട്ട് ശ്രദ്ധിക്കണ്ടുള്ളൂ. പിന്നെ എയറേഷൻ കൊടുക്കണം. എയറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് നമ്മള് മോട്ടർ വെച്ചിട്ട് ചെറിയ രീതിയിൽ എയറേഷൻ പൈപ്പ് വഴി എയർ കൊടുക്കും. ഓക്കെ. അതിൽ കാണുന്ന പൈപ്പ് അല്ല? അതില്ലെങ്കിൽ എന്താ കുഴപ്പം വരിക? അതില്ലെങ്കിൽ ഒരുപക്ഷെ നല്ല മഴയൊക്കെ പെയ്ത് ചളിയൊക്കെ എങ്ങനെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഓക്സിജൻ ലെവൽ കുറയും. പിന്നെ ഇവർ ചത്തുകയും ചെയ്യും, കുഞ്ഞുങ്ങൾ പോയി പോകും. ഓഹോ, അത് ശരി. ഓക്കെ. അപ്പൊ നമ്മൾ അതെങ്ങനെ അറിയാം അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് എങ്ങനെ അറിയാം? മുകളിലോട്ട് വന്നിട്ട് ഒരു അപൂർവമായ ഒരു കളി കളിക്കും. അതായത് മുകളിൽ വെറുതെ വന്നിട്ട് വായു കൊള്ളിട്ട് നിലവിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അസ്വസ്ഥത കാണിക്കുമല്ലോ. ഓക്കെ. അപ്പൊ ഇതിന്റെ വല എങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്? ഇപ്പൊ ഇതില് ഇന്നർ എന്ന് പറഞ്ഞൊരു വലയുണ്ട്, പിന്നെ പുറത്ത് ഔട്ടർ എന്ന് പറഞ്ഞ വേറൊരു വലയുണ്ട്. ഈ കാണുന്നത് ഈ കാണുന്നത് നമ്മള് ഇന്നർ, ഡ്രമ്മിന്റെ പുറത്ത് കാണുന്നത് ഔട്ടർ. ഇത് ഔട്ടർ. അതായത് പുറത്തുള്ള മീനുകള് ഉള്ളിലോട്ട് കയറി ഉപദ്രവിക്കാണ്ട് വേണ്ടിയിട്ടാണ് ഔട്ടർ. ഓ, അത് ശരി. ഓക്കെ. ഇതുവഴി അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് ആരും കയറൂല. ഓക്കെ. ഇന്നർ ജസ്റ്റ് അവരതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളിനി കാണാൻ പോകുന്നത് വലിയ ആൾക്കാരെയാണ്. അത് ഇപ്പൊ നമ്മൾ കണ്ടത് കുഞ്ഞുങ്ങളെ കണ്ടതെങ്കിൽ ഇപ്പൊ വലിയ ആൾക്കാരെ കാണാൻ പോവാണ്. അപ്പം അതിന്റെ ഫുഡ് ഇതാ കൊടുക്കുന്നുണ്ട് അവിടുന്ന്, അത് കാണാൻ വേണ്ടിയിട്ട്. തോണ്ട ചാടി കളിക്കുന്നു. കണ്ടോ? അപ്പൊ രാവിലത്തെ ഫുഡ് നേരത്തെ കൊടുത്തായിരിക്കും അല്ലേ? നമ്മള് രാവിലെ 6 മണിയാകുമ്പോൾ. ഓക്കെ. അപ്പൊ ഇതിന് എത്ര അളവ് അങ്ങനെ കണക്കുണ്ടാവുമോ? ഏകദേശം നോക്കിയിട്ട് ഇട്ട് കൊടുക്കലായിരിക്കും. വേണ്ടത്ര ഫുഡ് വേണ്ടെന്നാണെങ്കിൽ അവര് നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. ഓ, അത് ശരി. ഇത് ടേസ്റ്റ് കൂടുതലാണ് ആക്ച്വലി. പക്ഷെ ചിലർക്ക് അബദ്ധം പറ്റുന്നത് ഈ ചളിയിൽ വളർത്തുന്ന മീനുണ്ട്, ഈ സെയിം മീൻ തന്നെ ചളി വെള്ളത്തിൽ വളർത്തുന്നതാണ്. അപ്പൊ അതിന് ടേസ്റ്റ് കുറയും. അപ്പോൾ ആദ്യമായിട്ട് തിന്നുന്നവര് അത് വാങ്ങി തിന്നാൽ പിന്നെ അവർ വിചാരിക്കും ഇത് ടേസ്റ്റ് ഇല്ലാത്ത മീനാണ്, എന്നിട്ട് അങ്ങനെ ഒഴിവാക്കും. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങി വരണം. നല്ല അഭിപ്രായം പറഞ്ഞത്. നല്ല അഭിപ്രായം. ഓക്കെ. അല്ല, പറയുന്നത് ഈ ഒരു കാര്യം, അതായത് ഞാൻ മുന്നേ കുറച്ച് ആൾക്കാരിൽ നിന്നുള്ള എക്സ്പീരിയൻസ് കേട്ടതാണ്. ഇങ്ങനെ വളർത്തുന്ന മീൻ സാധാരണ വ്യത്യാസം ഒരു വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്, അതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ ഒന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടാവും അല്ലേ? നമ്മൾ ആദ്യം ഒറ്റ കൂടുതൽ തുടങ്ങിയതാണ്, അതിനുശേഷം നമ്മൾ 6 തുടങ്ങിയതാ കൊണ്ടല്ലേ. നമുക്ക് ആദ്യം കൂടെ ഉണ്ടായിരുന്നല്ലോ? അല്ല, ആദ്യം 2 കൂടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഓക്കെ. എന്നിട്ട് നമ്മള് നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ടാണ് പിന്നെ കൂടുതലേക്ക് മാറ്റിയത്. രാവിലെയും വൈകുന്നേരവും 2 നേരം ഇവിടുന്ന് മത്സ്യത്തിന് ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കിലോ കണക്കിന് നോക്കിയിട്ട് നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം. ഇവിടെ കിലോന് ഇപ്പൊ എത്രയാണ് വാങ്ങിക്കുന്നത്? നമ്മൾ 250 രൂപയാണ്. 250 രൂപയാണ് ഇപ്പം കിലോന് വാങ്ങിക്കുന്നത് മത്സ്യത്തിന്. അതിന് സീസണിൽ വ്യത്യാസം വരുമോ റേറ്റില്? അതിപ്പോ കൊറോണ ആയിട്ട് നമ്മള് കുറച്ചതാണ്, അതായത് കുറവാണ്. നമുക്ക് ഫിഷറീസ് എന്നുള്ള ഇത് പ്രകാരം നമുക്ക് 350 രൂപക്ക് വിൽക്കാൻ പറ്റും. അത് ശരി. നമ്മളെ ഫസ്റ്റ് വിളവെടുപ്പ് എല്ലാം ആ രീതിയിലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൈറ്റ് അല്ലേ? നമ്മള് 250 രൂപക്ക് 350 വരെ വിൽക്കാൻ പറ്റും. 350 വരെ വിൽക്കാൻ പറ്റുന്ന മത്സ്യമാണ്. അതിപ്പോ കൊറോണയുടെ ഒരു സീസൺ ആയതുകൊണ്ടാണ് ഇപ്പം 250 കൊടുക്കുന്നത്. വാങ്ങിച്ചു നോക്ക് എന്തായാലും. ഈ കാണുന്നത് മീനിന്റെ കാഷ്ടമാണ്. ഓക്കെ. വേസ്റ്റ് വരുന്നല്ലേ? ഓക്കെ. നമ്മള് രാവിലെ ഉച്ചക്കെല്ലാം ഫുഡ് കൊടുക്കാൻ വരുമ്പോ ആദ്യം തന്നെ ഇതൊക്കെ കോരി എടുക്കും. ഇതൊക്കെ ക്ലീൻ ചെയ്യും ആദ്യം. എന്നിട്ടാണ് ഫുഡ് കൊടുക്കുക. അത് മാത്രല്ല, ഇത് നമ്മള് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അത് ശരി. ഇത് ഒരാൾ കൃഷി ചെയ്യുന്നുണ്ട്, അപ്പൊ അവർക്ക് വളമായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഓ, അത് ശരി. വളമായിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ.
എന്തായാലും ഞാൻ കുറച്ച് ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്, നോക്കട്ടെ ഇതിൻ്റെ ടേസ്റ്റ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്നും അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനും ഇവിടുന്ന് പിടിക്കുന്നുണ്ട്, നോക്കട്ടെ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ പിടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് മൊത്തത്തിൽ എത്ര ആഴമുണ്ട് ഇത് ഈ ഒരു കോറി? 40 മീറ്ററാണ് ആഴമുള്ളത്. 40 മീറ്റർ. എങ്ങനെ താഴോട്ടേക്കാണ് ഉദ്ദേശിക്കുന്നത്? 40 മീറ്റർ. അപ്പോൾ ഇവിടുന്ന് പോയാൽ തന്നെ, താഴോട്ടേക്ക് പോയാൽ തന്നെ. എൻ്റെ അടിപൊളി. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ വളരെ സാഹസികമായിട്ടാണ്. അതാ കാരണം ഇത് നിങ്ങൾ കാണുന്നില്ലേ, ഇവിടുന്ന് ഒന്നങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവും, താഴോട്ടേക്ക് ഒരു പോക്കാം. നീന്താ അറിയില്ല പിന്നെ നോക്കണ്ട. നല്ല വെയിലുണ്ട്, ഉച്ച സമയമാണ്, നല്ല സൂര്യൻ കറക്റ്റ് നേരെ ഇങ്ങോട്ട് തന്നെ ഉള്ളത്. അപ്പം നമുക്ക് പിടിക്കുന്ന കാണാം അല്ലേ, മീനെ പിടിക്കുന്ന കാണണ്ടേ. ഇതിങ്ങനെ പൊക്കുകയാണ് ഇവർ, വല മേലോട്ടേക്ക് പൊക്കുക. ഇത് രണ്ടാളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കൂടിയിട്ട്. ഓ വലയല്ല, ഓ കമ്പി. ആ ഓക്കെ ഓക്കെ. കമ്പി വലക്ക് ഷേപ്പിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഓ ഇതെല്ലാ സൈഡിലേക്കും ആയിട്ടുണ്ടല്ലേ. ആ ഹാ ഓക്കെ. ഇതാദ്യം ഈ റേഞ്ചിൽ പൊക്കി വെച്ചിട്ട് കെട്ടും. ആ ഓക്കെ. രണ്ട് ഭാഗത്തുമായിട്ട് രണ്ടുപേരും കൂടി കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊക്കിയതിനെ കൊണ്ട് എന്താ ഗുണമുള്ളത് നമുക്ക്? എന്നാൽ ഇനി വല പിടിച്ച് പൊതിക്കും, വല ഇങ്ങോട്ട് വരും. ഓ അത് ശരി. അപ്പോൾ വലയുടെ മേലെയാണ് ഇതുള്ളത്, ഈ കമ്പി ഉള്ളത്? ആഹാ ആ അത് ശരി, അല്ലെങ്കിൽ വല അവിടെ കുടുങ്ങി കിടക്കും അല്ലേ? ആ ഓക്കെ. പിടിക്കാൻ പോവാന്ന്. അവിടെ നിന്ന് മെല്ലെ ഒരു വലയിട്ട് പിടിക്കുന്നുണ്ട്, ചെറിയൊരു വലയിട്ടിട്ട്. നമുക്ക് പറ്റിയ സൈസ് കിട്ടുമോ നോക്കാം. വലിയ രണ്ടാളെ പിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, നോക്കാം നമുക്ക്. അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കട്ടെ ഞാനൊന്ന്. ഇവിടുന്ന് പിടുത്തം വിട്ടാൽ അതിലും വലിയൊരു പ്രശ്നമാണ്, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇത് ഫുള്ള് വെള്ളമാണ് ഇവിടെ കംപ്ലീറ്റ്. ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കുന്നത് കംപ്ലീറ്റ് വെള്ളം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഈ സർക്കസൊക്കെ കളിക്കുന്നത്. ശ്രദ്ധിച്ചിട്ട് നടന്നിട്ടില്ലെങ്കിൽ അങ്ങോട്ട് താഴോട്ടേക്ക് പോകും. ഇത് ആളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കിട്ടിയോ? ഈ ടൈപ്പാണ് ഏറ്റവും വലുത് വരുന്നത്. അയ്യോ വലിയ സൈസാണല്ലേ. ആഹാ അതാണ് ഏറ്റവും വലുത് അല്ലേ? ഏറ്റവും വലുത്. ആ ഓക്കെ ഓക്കെ. മറ്റേ കുറച്ച് ചെറുതാണ്. അത് ഇവര് ഫുഡ് എടുക്കുമ്പോഴുള്ള നല്ല സാമർഥ്യമുള്ള നല്ലോണം എടുക്കും, അല്ലാത്ത കുറച്ച് ഫുഡ് കിട്ടാണ്ട് അവസ്ഥയാണ്. ഓക്കെ ഓക്കെ. കൊളത്തിട്ട് ബക്കറ്റ്. അപ്പോൾ ഈ വലിപ്പമുള്ള ഇതാണ് പറഞ്ഞത് 400 ഗ്രാം പറഞ്ഞത്? 400 മുതൽ 500 വരെ. 500 ഗ്രാം വരെ ഉണ്ടാവും. ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്തായിട്ടുണ്ടാവും ഒരു മത്സ്യം. ആഹാ. അതിനൊരു ബക്കറ്റിലേക്ക് മാറ്റുകയാണ്. ആ ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട്. ആ അത് സൈസ് ഉണ്ടല്ലോ അല്ലേ? ആ ഓക്കെ ഓക്കെ. അങ്ങനെ 2 ആളെ പിടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് വേണ്ട കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെല്ലെ അങ്ങോട്ട് നീങ്ങാണ്. ഇതിൻ്റെ മുകളിൽ ചവിട്ടാൻ പാടില്ല അല്ലേ? ഡ്രമ്മിൻ്റെ മുകളിൽ ചവിട്ടിയ ഡ്രം അങ്ങോട്ട് അമർന്നു പോകുന്നുണ്ട്. ഓക്കെ. അങ്ങനെ നമ്മൾ പിന്നെയും ചങ്ങാടത്തിലേക്ക് കയറുകയാണ്. ചങ്ങാട് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്, നല്ല രസമുണ്ട് ഇതിലിങ്ങനെ പോകാനും. ഓക്കെ. നമ്മളിത് 2 ആൾക്കാർ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. 3 ആൾക്കാരുണ്ട് അതിൽ. ആഹാ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. മത്സ്യത്തിന് പിടിച്ചു, 2-3 ആൾക്കാർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ കരക്ക് പോവാണ്. ഈ ചങ്ങാടം വഴി തന്നെയാണ് പോകുന്നത്. ആൾ മെല്ലെ ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. നമ്മളെ ചങ്ങാടത്തിൻ്റെ ഡ്രൈവർ ഏതാ നിങ്ങൾ കാണുന്നുണ്ടോ? ചെറിയൊരാൾ. ഫിഷറീസിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വിഷമില്ലാത്ത മത്സ്യത്തിന് നമുക്ക് കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മത്സ്യകൃഷി. നമ്മൾ ചങ്ങാടം ഇവിടെ എത്തി കേട്ടോ, കരക്ക് എത്തിയിട്ടുണ്ട്. ഇനി മെല്ലെ കരക്ക് കിടക്കാം.
ഇതിപ്പോൾ തുടങ്ങിയിട്ട് എത്ര? നമ്മളിപ്പോൾ 2 വർഷം ആകാനായി. 2 വർഷമാകുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ? ഓക്കെ. ഇതാ നമ്മളിതാ ഇവിടെ നമ്മൾ 3 ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഈ കൊട്ടയിൽ കിടക്കുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇവർ തൂക്കിയിട്ട് കൊടുക്കുകയും ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് തൂക്കിയിട്ട് കൊടുക്കുകയും. എടുത്തോ. അതിനുള്ള എല്ലാ മെഷീൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ 550 ഗ്രാം ഉണ്ട്. ഇത് നോക്കിയേ, ഒരാൾ തന്നെ 580 ഗ്രാം വരുന്നുണ്ട്. അതായത് 1/2 കിലോൻ്റെ മേലെ വരുന്നുണ്ട് ഈ ഒരാൾ. ചെറിയ ആളല്ല, ഇത്തിരി കടുപ്പം തന്നെയാണ്. ഓക്കെ. വേറൊരു കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ 2 പേരും കൂടിയുണ്ട്. ഇവരെ വെക്കുമ്പോൾ കറക്റ്റ് 1 കിലോ ആയി. അപ്പോൾ അത് രണ്ടും 1 കിലോ ആയി. ആഹാ. ഇവനെ ചെറിയൊരു ഒരു കുഞ്ഞൊരാളും കൂടിയുണ്ട്. 230 ഗ്രാം ഉള്ളൂ. ഓക്കെ. ഇങ്ങനെ 3 ആൾക്കാരെയാണ് നമ്മളിപ്പം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക സഞ്ചിയും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇതിനായിട്ട് തന്നെ തയ്പ്പിച്ചത്? അതെ അതെ, ഇതിനായിട്ടുള്ളതാ. ഓക്കെ. അപ്പോൾ നമ്മളെ മത്സ്യം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുമായിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ബാക്കി അവിടെ പോയിട്ട് ഫ്രൈ ആക്കിയിട്ട് കഴിക്കട്ടെ. ആവശ്യക്കാരെങ്ങനെയാണ് വന്നിട്ട് വാങ്ങിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ നിങ്ങളത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആയിരിക്കെങ്കിലും? വന്നിട്ട് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കും. ഇവിടെ വന്നിട്ട് പിടിക്കുന്നത് രാവിലെ വൈകുന്നേരമായിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ വിളിച്ച് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. വീട്ടിൽ കൊടുക്കും. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അത് ശരി, ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇത്ര കിലോ വേണമെന്ന് നിർബന്ധം എങ്ങനെ എന്തെങ്കിലും? 1 കിലോന് മുകളിലോട്ടുള്ളവർക്ക് കൊടുക്കും. 1 കിലോ മതി. 1 കിലോൻ്റെ മേലുള്ള ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കൊടുക്കും. ആഹാ, അങ്ങനെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പം വിട്ടു പോകണ്ട, മറന്നു പോകണ്ട കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ ഇവർ ഈ പറഞ്ഞ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ, മീനിനെ കണ്ടല്ലോ, ആ മീനെ നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരും. ഓക്കെ. നമ്മൾ ഉച്ചയ്ക്ക് പിടിച്ച തിലാപ്പി ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ സൈസൊന്നുമല്ല, നിങ്ങൾ കണ്ടിനല്ലോ അതിൻ്റെ സൈസ്. ഒരു ഫ്രൈ പാൻ മൊത്തമായിട്ട് കിടക്കുക. അത് വലിയ സൈസായതുകൊണ്ട് വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് വാഴയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പിടിച്ച തിലാപ്പിയ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്നും കൂടി അത് നോക്കണം. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം കൊതിയുണ്ടാവും, അറിയാം. എന്നാലും ഇങ്ങോട്ട് നോക്ക്, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ. ആദ്യം നമുക്ക് ഈ നാരങ്ങ ഇതിലേക്ക് ഇങ്ങോട്ട് പിഴിയാം. നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു പിടുത്തം പിടിക്കാം. വാ, ഉള്ളിയൊക്കെ ഉണ്ട് ഇതിൽ. നോക്കട്ടെ, നല്ലോണം വെന്ത് അടിപൊളി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇതാ നോക്കിക്കോളെ എങ്ങനെ കഴിക്കുന്നുള്ളത്. ഓ സൂപ്പർ, അടിപൊളി. വെറുതെ പറയില്ല കേട്ടോ, അടിപൊളി സൂപ്പർ മീനാണ്. നന്നായിട്ടുള്ളത്. ഇത് ഏകദേശമായിട്ട് ഞാൻ പറഞ്ഞില്ല 1/2 കിലോൻ്റെ മേലെ ഉണ്ടായിരുന്നു. 1/2 കിലോ ഒന്നുമല്ല, ഞാൻ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണിച്ചു തരാം. വലിയ സൈസ്, അതിൻ്റെ പുറത്ത്, അതായത് ആ കൂടിൻ്റെ പുറത്തായിട്ട് വളരുന്ന വലിയ സൈസ് മീനുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ഇനിയുള്ള വീഡിയോസും മാക്സിമം എല്ലാവരും കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.